Hello everyone, welcome to EduPod +2 Commerce and Humanities channel. It's me Nafi. അപ്പോൾ നമ്മുടെ +2 ഹിസ്റ്ററിയുടെ വെയിറ്റേജ് നിങ്ങളുടെ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദിക്കുക നമ്മൾ അറിയാൻ പോകുന്നത്. ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതിന് മുന്നേ നിങ്ങളൊരു 3 കാര്യം കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ +2 ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്, നിങ്ങൾക്ക് +2 ഹിസ്റ്ററിയിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഏത്, ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ഏത്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുന്നത്, റിവിഷൻ ആണോ അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടോ, ആ കാര്യങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. +2 ഹിസ്റ്ററിയുടെ വെയിറ്റേജ് അറിയാത്ത ആളുകൾ ഇത് ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവരുത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോണ്ട് ഹാരപ്പൻ സിവിലൈസേഷനിൽ 8 മാർക്കിനാണ് എന്ത് ചെയ്യുക എക്സാമിന് ചോദിക്കട്ടോ. ഇനി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് ഉള്ള ചാപ്റ്ററിന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കിങ്ഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്നുള്ള ചാപ്റ്ററിനും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ 8 എന്ന് ഉദ്ദേശിക്കുന്നത് 8 മുതൽ 10 വരെ നാട്ടോ. 6 എന്ന് ഉദ്ദേശിക്കുന്നത് 6 മുതൽ 8 വരെ എന്നാണ്. ഇവിടെയും 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 6 മുതൽ 8 വരെ നാട്ടോ. ഈ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കും. അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കും. ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭക്തി സൂഫി ട്രഡീഷൻ 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കും. ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആൻ ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര എംപയറിനെ കുറിച്ചുള്ള ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കും. എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പെസന്റ്, ജമീന്ദാസ് ആൻഡ് ദി സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 8 മാർക്കിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിനൊക്കെ 8 മാർക്കിന്റെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 8 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ, അതായത് മെയിൻ ആയിട്ട് കഴിഞ്ഞ തവണത്തെ പബ്ലിക് എക്സാമിന് എസ്സേ ചോദിച്ചത് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ദ ബോൺസ് ആൻഡ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും അതേപോലെ തന്നെ ആൻ ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര എന്നുള്ള ചാപ്റ്റർ ഒന്നുമാണ്. അപ്പോൾ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. തീർന്നിട്ടില്ല, ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിന് മുന്നേ നിങ്ങൾക്ക് +2 എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട്, +2 ഹ്യൂമാനിറ്റീസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, +2 നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം, ഒന്ന് ഫോളോയും ചെയ്യുക. nafi.edupod എഡ്യൂപോഡിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒന്ന് അതിലേക്ക് മെസ്സേജ് അയക്കുക, ഒന്ന് ഫോളോയും ചെയ്യട്ടോ. ഇനി 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കിങ്സ് ആൻഡ് ദ ക്രോണിക്സ് എന്നുള്ള ഈ ചാപ്റ്ററിന് 6 മുതൽ 8 മാർക്കിന് വരെ ചോദിക്കും. 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൊളോണിസം ആൻഡ് ദ കൺട്രീസ് സൈഡ് എന്നുള്ള ചാപ്റ്ററിനും 6 മുതൽ 8 മാർക്കിന് ചോദിക്കും. 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിബൽസ് ആൻഡ് രാജ് 10 മുതൽ 12 മാർക്ക്, ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ഒന്നാട്ടത്. അതേപോലെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണൽ മൂവ്മെന്റ് ഉള്ള ചാപ്റ്ററിനും 10 മുതൽ 12 മാർക്ക് ചോദിക്കും. അപ്പോൾ ഈ 11ാമത്തെയും 12ാമത്തെയും ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ്. അത് കൺട്രി ടോൺ അപ്പാർട്ട് എന്നുള്ള ചാപ്റ്ററിന് 6 മുതൽ 8 മാർക്ക് ചോദിക്കും. പ്രീ മോഡേൺ കേരള എന്നുള്ള ചാപ്റ്ററിന് 4 മുതൽ 6 മാർക്ക് വരെയും, കേരള ടുവേർഡ്സ് മോഡേൺ എന്നുള്ള ചാപ്റ്ററിന് 4 മുതൽ 6 മാർക്ക് വരെയും ചോദിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹിസ്റ്ററിയിലെ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോ കാര്യവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫെബ്രുവരി 1 വരെ നമ്മുടെ ആപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ EduPod ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഫെബ്രുവരി 1 വരെ, ഇങ്ങനെ 2 ദിവസം ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫെബ്രുവരി 1 വരെ EduPod ആപ്പ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, EduPod ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റാക്കി വെക്കട്ടോ. അത് മാത്രമല്ല, ഇതേപോലെ കൂടുതൽ അപ്ഡേറ്റ്സ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളെല്ലാവരും നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കി വെക്കുക. അതേപോലെ നമുക്കിപ്പോൾ ദിവസവും ലൈവുകൾ നടക്കുന്നുണ്ട്. ആ ലൈവിന് നോട്ട് കിട്ടാനായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തേ പറ്റൂ. കാരണം ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നോട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഹിസ്റ്ററിയുടെ വെയിറ്റേജ് അറിയാത്ത ഒരു കുട്ടി പോലും ഇനി കേരളത്തിൽ ഉണ്ടാവരുത്. എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക. സോ ബാക്കിയെല്ലാം നമുക്ക് സെറ്റാക്കാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്.